ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ വീണ്ടും വന്ന് ചെമ്പന്നിപ്പൂവിൻ്റെ കഥയുമായിട്ട്. അങ്ങനെ ആമി സച്ചിയുടെ സച്ചിയുടെ ആമിയുടെ ഫോട്ടോ എടുത്തിട്ട് സച്ചിക്ക് കൊടുക്കുകയാണ് ചെറുപ്പകാലത്തെ. അപ്പോൾ അത് കാണുമ്പോൾ സച്ചി പറയണം, എനിക്കിത് കാണുമ്പോൾ പണ്ടത്തെ കാലം ഓർമ്മ വരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ രേവതി ചോദിക്കും, ഇത് സച്ചിയുടെ ഫോട്ടോ ആണോ എന്നൊക്കെ ചോദിക്കാനല്ലോ. അപ്പോൾ ആമി പറയും, ഇത് സച്ചിയേട്ടൻ മാത്രമല്ല, അതിലുള്ള സുന്ദരി ഞാനാന്നൊക്കെ പറയണം. എന്നിട്ട് പറയും, സച്ചിയോട് പറയും, നിൻ്റെ കയ്യിൽ ഈ ഫോട്ടോ, ആരാ ഈ ഫോട്ടോ എടുത്തതെന്ന് നിനക്ക് അറിയാടോ സച്ചി? എനിക്കറിയാം, നിൻ്റെ അച്ഛനല്ലേ ഇതെടുത്ത്. അതെ, നമ്മൾ രണ്ടാളും കളിക്കുന്നുണ്ടിട്ട് അച്ഛൻ പോയിട്ട് എടുത്ത ഫോട്ടോയാണിത്. എനിക്കറിയാവുന്നത് നിൻ്റെ കയ്യിൽ ഉണ്ടാവില്ലെന്ന്, അതുകൊണ്ടാണ് ഞാനത് നിനക്ക് ഗിഫ്റ്റായിട്ട് തന്നതെന്ന് പറയും. എന്നിട്ട് രേവതിയോട് പറയും, രേവതി ഇനി ഇത് സൂക്ഷിച്ച് വെക്കണം, ഒരിക്കലും ഇത് നഷ്ടപ്പെടരുത്, ഇത് സൂക്ഷിച്ച് വെക്കേണ്ട ചുമതല നിനക്കാന്ന് പറഞ്ഞിട്ട് ആമി ആ ഫോട്ടോസ് രേവതിനെ ഏൽപ്പിക്കുകയാണ്. രേവതിനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് പറയും, ആമി പറയും, സച്ചി വാട വിശന്നിട്ട് വേട എന്തെങ്കിലും കഴിക്കാമെന്ന് പറയുമ്പോൾ സച്ചി പറയും, ആ ശരി വാ രേവതി വാ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ രേവതി പറയും, എനിക്ക് വിശക്കണില്ല എന്ന് പറയും. അപ്പോൾ ആമി പറയും, എടാ അവൾക്ക് വിശക്കണില്ലാത്തേ, വാ നമുക്ക് കഴിക്കാനായിട്ട് സച്ചിനെയും പിടിച്ചു വലിച്ച് കൊണ്ടുപോകണം. അവർ പോയി കഴിയുമ്പോൾ രേവതി ഫോട്ടോ നോക്കിയിട്ടോ, പിന്നെ ഒരു സുന്ദരി, അത്ര സുന്ദരി, ഇവളെ ഒരു കടുക് പൊട്ടിത്തെറിച്ച പോലെ ഒരു സാധനം, ഇവളെ എനിക്കൊരു തലവേദനയാവോ ദൈവമേ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് രേവതി. അങ്ങനെ സച്ചിനെയും പിടിച്ചു വലിച്ചിട്ട് ആമി താഴത്തേക്ക് വരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീകാന്തും വർഷയൊക്കെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വർഷ അച്ഛന് ചായ കൊടുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് കളിയാക്കുന്നുണ്ട്, ഇവളെ എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കണം. അല്ല അച്ഛാ, ഞാൻ ഇതൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ച് എന്ത് ചായ കൊടുക്കണ്ടോന്നൊക്കെ ചോദിക്കണം. രവീന്ദ്ര അതെ അച്ഛാ എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചിനെയും പിടിച്ചു വലിച്ചിട്ട് ആമി വരികയാണ്. ഭക്ഷണം കഴിക്കാൻ എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറയും. ആ ശരി കഴിക്കാലോ, അതിനിപ്പോൾ എന്താന്ന് പറയും. അപ്പോൾ സച്ചി പറയും, നിൽക്കാമി രേവതിനെ വിളിച്ചിട്ട്, അവൾക്ക് വിശക്കണില്ല എന്ന് പറഞ്ഞേ, അവൾ പറഞ്ഞില്ല നമ്മളോട് കഴിച്ചോളാം, അവൾക്ക് വിശക്കണില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറയും. അത് പറഞ്ഞിട്ട് കാര്യം, അവൾക്ക് മരുന്ന് കഴിക്കാണ്ട്, ഞാൻ അവളെയും കൂട്ടിയിട്ട് വരാമി പോയി കഴിച്ചാൽ പറയും. അതെന്താടാ, ഞാൻ നിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നിങ്ങനെയായി, എങ്ങനെ ശരിയാവാന്ന് ചോദിക്കുകയാണ് ആമി. അപ്പോൾ സച്ചി പറയും, അല്ലടി അവളേനെ വിളിക്കാണ്ട് വന്ന് ശരിയാവില്ല, ഞാൻ ഒരു കാര്യം ഞാൻ അവളെ പോയി വിളിച്ചിട്ട് വരാം, നീ നടക്കുമെന്ന് പറഞ്ഞിട്ട് മെല്ലെ ആമിയുടെ അടുത്ത് നിന്ന് ഒഴിവായിട്ട് സച്ചി രേവതിനെ കൂട്ടാൻ വേണ്ടി പോവാണ്. രേവതിനെ കൂട്ടാൻ വേണ്ടി പോണ സമയത്ത് ആമി നിൽക്കട സച്ചി പറഞ്ഞിട്ട് അപ്പോഴേക്ക് സച്ചി പോവാണ് രേവതിനെ കൂട്ടാൻ. അപ്പോൾ ആമി അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരോട് വർത്താനം നിൽക്കുന്ന സമയത്ത് ആമിക്കൊരു ഫോൺ വരും. അപ്പോൾ ആ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആമി പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോയ സമയത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആര് വരുന്നത്, നമ്മുടെ കഥാനായകനും നായിക, അതായത് ശ്രുതിയും കാറിൽ വന്ന് ഇറങ്ങാണ്. കാറിൽ വന്ന് ഇറങ്ങിയിട്ട് അവർ പണി ചെയ്യാനുള്ള മടിക്ക് ഓടിപ്പോയിക്കാണല്ലോ. അവർ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ശ്രുതിനെ വിളിച്ചിട്ട്, ശ്രുതി നോക്കുമ്പോൾ സിറ്റ് ഔട്ടിലൊരു പെൺകുട്ടി ഫോൺ വിളിച്ച് സംസാരിക്കുന്നതാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ആമിയാണ്. അപ്പോൾ പെട്ടെന്ന് ആമി ഇങ്ങനെ തിരുമ്പോൾ ശ്രുതിനെ കാണുമ്പോൾ ഒരു കത്തുന്നൊരു നോട്ടം ശ്രുതിക്ക് നേരെ ആമി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് അത് ആരാന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആമി ഫോണിൽ കൂടെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കും, ഞാനല്ലേ ഏറ്റേക്കണം, ഞാനത് നടപ്പിലാക്കിയിരിക്കും, നീ ധൈര്യമായിട്ടിരിക്കുക, അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മളത് തിരിച്ചു പിടിക്കുക ചെയ്യും എന്നൊക്കെ ആമി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയും കുറച്ച് നേരം ഇങ്ങനെ ആമീനെ നോക്കി നിന്നിട്ട് അകത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, ആരാ അത് വന്നേക്കണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, നിനക്കറിയില്ലേടാ ശ്രുതിയെ, അവളെന്നെ പറയുമ്പോൾ വർഷ പറയാതെ സച്ചേട്ടൻ്റെ കളിക്കൂട്ടുകാരിയാണ് ആമി എന്ന പേര്, അച്ഛമ്മയുടെ വീടിൻ്റെ അവിടെ ഉള്ളതാന്ന് പറയും. അപ്പോഴേക്ക് ഇവൾ അകത്തേക്ക് വരും. അകത്തേക്ക് വന്നിട്ട് ശ്രുതിനെ അങ്ങനെ നോക്കാണ്, ശ്രുതിനെ. അപ്പോൾ രവീന്ദ്രൻ പറയും, മോളെ ഇത് ശ്രുതിയുടെ വൈഫാണ്, എൻ്റെ മൂത്ത മരുമോളാണെന്ന് പറയാം. ശ്രുതിക്ക് എൻ്റെ പരിചയമുണ്ടോ, ഓർമ്മയുണ്ടോണാവോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി എന്നൊക്കെ പറയാണ്. അപ്പോൾ പറയാം, എനിക്കറിയാം ശ്രുതി അച്ഛമ്മയുടെ വീട്ടിൽ വന്നിട്ടുമ്പോൾ ഞാൻ കാണാറുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും ഒരു അർത്ഥവത്തായി നോട്ടം നോക്കുകയാണ് ആമി. അപ്പോൾ ശ്രുതിക്ക് എന്തോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രുതി ചോദിക്കും, എവിടെയോ ചോദിക്കുമ്പോൾ ഞാൻ കാനഡയിലാണ്, വന്നിട്ട് 2-3 ദിവസമായിട്ടേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ രവീന്ദ്രൻ പറയും, ആമി ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി മെല്ലെ ചോദിക്കും, അപ്പോൾ ആമി എവിടെ താമസിക്കാൻ വെക്കുമ്പോൾ ഞാൻ എൻ്റെ മുറി അവൾക്ക് കൊടുത്തു, അവളിവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയും. അപ്പോൾ ശരി, ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂടിയിട്ട് അകത്തേക്ക് കയറിപ്പോണ സമയത്ത് ശ്രുതി കോണി കയറുമ്പോൾ വീണ്ടും നോക്കുമ്പോൾ ആമി അവനെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുക. അപ്പോൾ അവനങ്ങനെ അകത്തേക്ക് കയറിപ്പോയിട്ട് സച്ചി ഈ സമയത്ത് രേവതിനെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി പോയി. എന്താ പോയിട്ട് തിരിച്ചു വന്നേ ചോദിക്കുമ്പോൾ, അല്ല നിനക്ക് ഭക്ഷണം തരണ്ടേ, ഗുളികയൊക്കെ എടുത്തു കൊടുക്കാണ് ഭക്ഷണത്തിന് മുമ്പുള്ളത്. എന്താ പോയിട്ട് തിരിച്ചു വന്നു ചോദിക്കുമ്പോൾ, അല്ല നിനക്ക് ഭക്ഷണം തരണ്ടേ, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുക. അങ്ങനെ രേവതി സച്ചിയോട് ആമിയുടെ പേരും പറഞ്ഞ് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ പറയും മതി ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്ക് വിശക്കുന്നു പറയുമ്പോൾ സച്ചി പറയുമ്പോൾ അന്ന് വാ പോവാ എന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങനെ ചൂടാവാനാണ്, നൈസായിട്ട് വെറുതെ ചൂടാവാണ് കേട്ടോ. അങ്ങനെ രേവതിനെയും കൂട്ടിയിട്ട് താഴത്തേക്ക് വരികയാണ് സച്ചി. താഴത്തേക്ക് വരുന്ന സമയത്ത് ശ്രുതിയും കൂടി മുകളിലെത്തി ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കണം. അപ്പോൾ ശ്രുതി വരുമ്പോൾ എന്താ ശ്രുതി നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ പറയും അല്ല ശ്രുതി എനിക്കൊരു സംശയം, അവളേനെ നീലിമ അയച്ചതാണ്, അവൾ കാനഡയിലാന്നല്ലേ പറഞ്ഞത്, നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ അവൾ നോക്കണൊരു നോട്ടം കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു 50 ലക്ഷം രൂപ മേടിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി നീലിമ അവളെ പറഞ്ഞു വിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കെന്തോ പേടിയാവുന്നു ശ്രുതി എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കല്ലേ, എന്തായാലും അവളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാലോ, നീലിമ പറഞ്ഞായിരുന്നല്ലോ അച്ഛമ്മയുടെ നാട്ടിൽ നിന്ന് വരെ നിനക്ക് വേണ്ടിയിട്ട് ആളെ ഇവിടെ എനിക്ക് പറ്റുന്ന നീലിമ ഭീഷണിപ്പെടുത്തിയായിരുന്നല്ലോ ശ്രുതി. അപ്പോൾ എനിക്കെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്കൊരു സംശയം, നമ്മൾ വന്നപ്പോൾ നമ്മളെ നോക്കിയിരുന്നൊരു നോട്ടം നീ കണ്ടില്ലേ, ആ നോട്ടത്തിൽ എല്ലാ അർത്ഥങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരുന്നു, എനിക്കൊരു സംശയമുണ്ട് അവൾ നീലിമ പറഞ്ഞു വിട്ടതാണെന്ന് എനിക്കൊരു സംശയമുണ്ട് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ അവളോട് പറഞ്ഞാൽ 50 ലക്ഷം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാലോ ചോദിക്കുമ്പോൾ ശ്രുതി പറയും എൻ്റെ ശ്രുതി എടുത്തു ചാടി അബദ്ധത്തിലൊന്നും ചാടല്ല, നമുക്ക് എന്തായാലും അവളുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കിയിട്ട് മതി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ ആശ്വസിപ്പിക്കാൻ, ഇങ്ങനെ പേടിക്കാതെ നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്ന സമയത്ത് ആമി പറയും എന്താ മണം, സൂപ്പർ മണം, എനിക്ക് വിശന്നിട്ട് വിളമ്പ് പറയാണ്. അപ്പോൾ രേവതി വന്നിരിക്കുന്നുണ്ട്. രേവതി വന്നിരുന്നിട്ട് ആമി വന്നിരിക്കുമ്പോൾ ആമിയുടെ അടുത്ത് ആമി സച്ചിനെ പിടിച്ചിരുത്താണ്. എന്നിട്ട് ഫുഡ് വിളമ്പുമ്പോൾ സച്ചിക്ക് ആമി വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ പറയാം അയ്യോ ആമി വിളമ്പണ്ട എന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോൾ എന്താ ഞാൻ വിളമ്പിയാൽ, ചെറുപ്പത്തിൽ ഇവന് മുഴുവൻ ഫുഡ് ഞാൻ തന്നെ വിളമ്പി കൊടുക്കാറ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ് മോളെ അവർ ഒരു പാത്രത്തിൽ നിന്ന് ഊണ് വെച്ചിട്ട് അങ്ങനെ വളർന്നവരാണെന്നൊക്കെ പറയണം. അന്ന് ഇവൻ്റെ കൂടെ പോകാൻ ഭയങ്കര ഇതായിരുന്നു, കാരണം ഇവൻ തെറ്റ് കണ്ട് അപ്പം ചൂണ്ടിക്കാണിക്കാൻ അവൻ അപ്പം തല്ലും. അന്ന് എന്തോരം അടി അവൻ്റെ അടുത്ത് നിന്ന് ആൾക്കാർക്ക് കിട്ടിയേക്കണേ, കുട്ടികൾക്കൊന്നും അതുകൊണ്ട് എൻ്റെ നേർക്കൊന്നും നോക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല, കാരണം ഇവൻ്റെ കയ്യും പിടിച്ചിട്ട് ഞാൻ പോകാറ്, അതുകൊണ്ട് എല്ലാവർക്കും എന്നോടൊരു ബഹുമാനമായിരുന്നു എന്നൊക്കെ പറയണം ആമി. അപ്പോൾ രേവതി ഇങ്ങനെ പറയണം ഇപ്പോഴും തൊല്ലിനൊട്ടും കുറവൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അത് കഴിഞ്ഞിട്ട് സാമ്പാറും ദോശയാണ് കഴിക്കുന്നത്. അപ്പോൾ സാമ്പാർ കഴിക്കുമ്പോൾ എന്താ ശ്രീകാന്തിൻ്റെ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് ആട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ പുകഴ്ത്താണ്. ശ്രീകാന്തിനെ പുകഴ്ത്തിയിട്ട് സച്ചിക്ക് സാമ്പാർ വിളമ്പി കൊടുക്കുകയാണ്. സാമ്പാർ വിളമ്പി കൊടുത്തിട്ട് സച്ചി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാ മുഴുവൻ അവസാനിപ്പിക്കല കൊണ്ട് സച്ചിയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഒരു വർഷം ചോദിക്കും ചേച്ചി എന്തിനാ സച്ചിയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കണേ ചോദിക്കുമ്പോൾ പറയും അതങ്ങനെ ശീലമായി, ചെറുപ്പം തൊട്ടേ അവൻ്റെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് കഴിച്ചാൽ എൻ്റെ വയറും മനസ്സും നിറയുള്ളൂ എന്നൊക്കെ പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ദഹിക്കാതിരിക്കുകയാണ് നമ്മുടെ രേവതി അപ്പോൾ സച്ചിയുടെ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് രേവതിയും വാരി കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ എന്തോ ഒരു പാര പോലെയാണ് ആമി വന്നേക്കണത്. അത് സ്നേഹക്കൂടുതൽ കൊണ്ട് രേവതിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. സച്ചിയാണ് ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്നത്. സച്ചി ഇങ്ങനെ കിടന്നിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവൾ പറയുന്നതൊക്കെ സമ്മതിക്കണ്ടേ എന്നുള്ള ടെൻഷനിലാണ് സച്ചി. കാരണം സമ്മതിച്ചാൽ രേവതി ഇപ്പുറത്ത് സച്ചിനെ കൊല്ലും, സമ്മതിച്ചില്ലെങ്കിൽ ആമി വണങ്ങും. രണ്ടുപേരുടെ ഇടയിൽ കിടന്നിട്ട് വട്ടം തിരിയണത് സച്ചിയാണ്. ഇനി ആമി സത്യത്തിൽ നീലിമയുടെ ആളാണോ, പൈസ മേടിക്കാൻ വന്നതാണോ, എന്താണ് ആമിയുടെ ഉദ്ദേശം, എന്താണ് അവളുടെ മനസ്സിലിപ്പോൾ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കാൻ ഇങ്ങനെയാണ് ഇന്നത്തെ ക്ലൈമാക്സ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടു പോയിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.